ഹലോ ഗൈസ്, അപ്പം ഞാനിന്ന് രസം ഉണ്ടാക്കാൻ പോവുകയാണേ. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുക് ഇടുക, ജീരകം ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പക്ഷേ കൂടുതൽ കരിയാൻ പാടില്ല കേട്ടോ. പക്ഷേ എൻ്റെ അത് കരിഞ്ഞു പോയി. അതിന് ശേഷം കൊച്ചുള്ളി ഇട്ട് കൊടുത്തു, ഇഞ്ചി ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇവയെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ചൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടി ഐറ്റംസ് ഇടാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് ആ ഒരു പച്ച മണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളി, കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാറ്റി വെച്ചേക്കുന്ന പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 1.5-2 ഗ്ലാസ് നോർമൽ വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് പൊടി ഇടുന്ന വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിം ചെയ്തിട്ട് നമുക്ക് മല്ലിയില, ആവശ്യത്തിന് മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില മസ്റ്റാണ്. തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മല്ലിയില മസ്റ്റാണ്. അപ്പോൾ രസം റെഡി. ചൂടേറിയതിന് ശേഷം സെർവ് ചെയ്യും.